അപ്പോൾ നമുക്ക് ചിക്കൻ പുഴുങ്ങി പൊരിച്ചാലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉപ്പ്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിച്ചപ്പ്, പിന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ആച്ചീൻ്റെ ഗരം മസാല എടുത്തിട്ടുള്ളത്, പിന്നെ ഒരു കഷ്ണം വലിയ ഉള്ളി, ഒരു മുഴുവൻ തക്കാളി കേട്ടോ. എല്ലാം പാടെ നമുക്ക് മിക്സീൻ്റെ ജാറിലിട്ട് നല്ലോണം ഒന്ന് മഷ പോലെ അരച്ചെടുക്കും. എന്നിട്ട് ചിക്കൻ നല്ലോണം ഒരു കത്തി വെച്ചിട്ട് കുത്തുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് മസാല ഇറങ്ങിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കത് അരച്ചെടുക്കുമ്പോൾ കുറച്ച് മോരാണ് ചേർക്കുന്നത്, തൈരില്ലാത്തതുകൊണ്ട് കുറച്ച് മോര് ചേർക്കുന്നുണ്ട് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുള്ളായിട്ടൊന്നും ചേർക്കുന്നില്ല, കുറച്ച് ഒരു 2-3 സ്പൂണ് മോര് ചേർക്കുന്നുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം പറഞ്ഞിട്ട് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം, പേസ്റ്റ് പോലെ. അരച്ചെടുത്തിട്ട് ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കുക. നമുക്കൊരു 1 മണിക്കൂർ 2 മണിക്കൂർ വെക്കണം. കുറേ നേരം വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ട് നമ്മളൊരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. അപ്പോൾ അതാകുമ്പോൾ നല്ലോണം ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റായിട്ട് കിട്ടും. അതിന് ശേഷം അതിൽ കാണിക്കുന്നില്ല കേട്ടോ, 2 മണിക്കൂറൊക്കെ വെക്കുന്നത് അതിൽ കാണിക്കുന്നില്ല കേട്ടോ. അങ്ങനെ കഴിയുന്നത് നല്ലോണം തേച്ച് പിടിപ്പിക്കുക ചിക്കനിലെ മസാല. എന്നാലേ അതിൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. തേച്ച പടി നമ്മൾ പുഴുങ്ങരുത്. അതിന് ശേഷം നല്ലോണം തേച്ച്, അതെന്ന് വെച്ചാൽ കത്തി കൊണ്ട് കുത്തുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ എരിവും ഉപ്പും എല്ലാം ഇറങ്ങി ചെല്ലുമ്പോൾ നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഒരു 2 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കാം. പിന്നെ ഈ ആച്ചീൻ്റെ മസാല ഫസ്റ്റ് ടൈം ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എന്താണെന്നുള്ളത് ഞാൻ പറഞ്ഞു തരുന്നുണ്ട് കഴിച്ചതിന് ശേഷം. പിന്നെ അത് 2 മണിക്കൂറായിട്ടോ. ശേഷം കുക്കർ അടുപ്പത്ത് വെച്ച് അതിൽ കുറച്ച് എണ്ണ വാർന്നിട്ട്